ഇടുക്കി കുമളിയിലെ 4.5 വയസ്സുകാരൻ ഷെഫീഖിൻ്റെ മുഖം നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? പിച്ചവയ്ക്ക് മുൻപ് ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞത്, കുരുന്നു പ്രായത്തിൽ സമാനതകളില്ലാത്ത ക്രൂരത ഏറ്റുവാങ്ങിയ കുരുന്ന് 11 വർഷം മുൻപത്തെ മുറിപ്പെടുത്തുന്ന ഓർമ്മകളെല്ലാം മറന്ന് അവൻ കളിയും ചിരിയും കുസൃതിയുമായി ജീവിക്കുന്നുണ്ട്. 16-ാം വയസ്സിലും കുട്ടിത്തം മാറാത്ത ഷെഫീഖിനെ ഇപ്പോൾ വളർത്തുന്നത് രാഗിണി എന്ന ആയയാണ്, അവൻ്റെ പോറ്റമ്മ. തൻ്റെ ജീവിതം ഇരുട്ടിലാക്കിയവർക്ക് കോടതി ശിക്ഷ വിധിച്ചത് അവൻ അറിഞ്ഞു കാണുമോ? ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടാനമ്മ അനീഷയ്ക്ക് 15 വർഷവും അച്ഛൻ ഷെരീഫിന് 9 വർഷവും കഠിന തടവ് ശിക്ഷ. അനീഷ 2 ലക്ഷം രൂപയും ഷെരീഫ് 50,000 രൂപയും പിഴയടക്കണമെന്ന് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്. ഷെഫീഖിനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ അച്ഛൻ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാരെന്ന് ഇടുക്കി 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷെരീഫിന് 9 വർഷം കഠിന തടവ് അനുഭവിക്കണം, 50,000 രൂപ പിഴയും അടക്കണം. 2-ാം പ്രതി അനീഷയ്ക്ക് 15 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. വിധി തൃപ്തികരമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ഷെഫീഖിന് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ പ്രധാനമായിട്ടും 1-ാം പ്രതിക്ക് 326 IPC പ്രകാരം 7 വർഷം തടവും 50,000 രൂപ പിഴയും, അതുപോലെ തന്നെ 323 IPCക്ക് 1 വർഷം തടവും, JJ ആക്ട് പ്രകാരം 23 പ്രകാരം 1 വർഷം തടവും, 2-ാം പ്രതിക്ക് 307 IPC പ്രകാരം 10 വർഷം തടവും 2 ലക്ഷം രൂപയും പിഴയും, 324 IPC പ്രകാരം 3 വർഷം തടവും, 323 IPC പ്രകാരം 1 വർഷം തടവും, JJ ആക്ട് 23 പ്രകാരം 1 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. ഈ ശിക്ഷ എല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? എങ്ങനെയാണ് ശിക്ഷ? സെപ്പറേറ്റ് ആണ്. JJ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്, പ്രത്യേകം അനുഭവിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം ഇവർ നേരത്തെ തടവ് ശിക്ഷ അനുഭവിച്ചു, കുറച്ച് ദിവസങ്ങളോ ഏകദേശം ഒരു 3 മാസത്തോളം ഇവർ ജയിലിൽ കിടന്ന് അത് സെറ്റ് ഓഫ് ചെയ്യും. അത് കഴിച്ചിട്ടുള്ള ബാക്കി ശിക്ഷ അനുഭവിച്ചു. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി. ഷെരീഫിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ ഷെഫീഖിനെ 2-ാം ഭാര്യ അനീഷ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കുകയും ശരീരമാസകലം പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ അയൽവാസികളാണ് ഷെഫീഖിനെ ആശുപത്രിയിലാക്കിയത്. വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഷെഫീഖിന്റെ പോറ്റമ്മയായ രാഗിണി പ്രതികരിച്ചു. സന്തോഷമാണ് സാറേ. അതായത് ഞാൻ മാത്രമല്ലല്ലോ, ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ മലയാളികളും, മനസാക്ഷിയുള്ള എല്ലാ മലയാളികളും എല്ലാവരും അവന് വേണ്ടി, എൻ്റെ കൊച്ചു മാത്രമല്ലല്ലോ, അപ്പം എല്ലാവരും ആഗ്രഹിച്ചതല്ലേ. അതിൽ നമ്മുടെ ചാനൽ, പത്രം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, വക്കീല് സാർമാരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ്, അന്നത്തെ കാലത്തിൽ ഈ ചൈൽഡ് ലൈൻ അതിലുള്ള സാർമാരൊക്കെ ഒത്തിരി കൂടി നടന്ന്, ഡോക്ടേഴ്സ് എടുത്തു പറയാനത് ഡോക്ടേഴ്സിന് ഒത്തിരി നന്ദി പറയുന്നു. മർദ്ദനത്തിൽ തലച്ചോറിനേറ്റ ക്ഷതം മൂലം സംസാരശേഷി നഷ്ടപ്പെട്ട ഷെഫീഖ് 1 വർഷം നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് നേരിയ തോതിൽ സംസാരിക്കാൻ തുടങ്ങിയത്. നിലവിൽ തൊടുപുഴയിലെ അൽ അസർ മെഡിക്കൽ കോളേജിൽ സർക്കാർ സംരക്ഷണയിലാണ് ഷെഫീഖ്. News 18 ഇടുക്കി.